ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. നോട്ട് അസാധുവാക്കലിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികൾ സുപ്രീം കോടതി കേട്ടതിന് ശേഷം സുപ്രീം കോടതി ആ ഹർജികൾ കേൾക്കുന്നതിനിടയിൽ സ്വന്തം കമൻറ്റുകളൊക്കെ പറയുകയും ചെയ്തു. പല ഘട്ടങ്ങളിലും അത് പത്രവാർത്തകളായി വരികയും ചെയ്തു. എന്നാൽ ഈ ഹർജികളുടെ മേൽ ഒരു ഉത്തരവോ താൽക്കാലിക ഉത്തരവ് പോലുമോ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതി തയ്യാറായിട്ടില്ല. കേസ് തുടർ കേൾക്കുന്ന അവസ്ഥ നിലനിൽക്കുന്നു. അതുകൊണ്ട് കേസ് തീർന്നിട്ടില്ല. പക്ഷേ ചില ഗൗരവതരമായ നിരീക്ഷണങ്ങൾ കോടതി നടത്തുകയും ചെയ്തു. ഏറിയാൽ 15 ദിവസം കൂടി കാത്തിരുന്നാൽ ഇതേ സംബന്ധിച്ച കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നടപടികൾ വരും എന്ന് കോടതി പ്രതീക്ഷിക്കുന്നു. ആവശ്യത്തിനുള്ള നോട്ടുകൾ ബാങ്കിൽ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ഇളവുകൾ പ്രഖ്യാപിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കും എന്നാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് 15 ദിവസം കൂടി കാത്തിരിക്കൂ സഹകരണ ബാങ്കുകൾ, അപ്പോഴേക്കും ഇളവുകൾ വന്നുകൂടായികയില്ലല്ലോ എന്ന നിലപാടാണ് കോടതിക്കുള്ളത്. അതുകൊണ്ട് തന്നെ കോടതി ഇക്കാര്യത്തിൽ ഒരു ഉത്തരവും ഇതുവരെ നൽകുകയോ ഇടക്കാല ഉത്തരവ് പോലും നടപ്പാക്കുകയോ ചെയ്തിട്ടില്ല. ആ സാഹചര്യത്തിൽ അതേ സംബന്ധിച്ച വാർത്തകൾ, കേസ് കേട്ട് കഴിഞ്ഞ ശേഷമുള്ള വാർത്തകൾ പത്രങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. വ്യത്യസ്ത രീതിയിലാണ് വ്യത്യസ്ത പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് ഇത് തിരിച്ചടിയാണോ ആനുകൂല്യമാണോ നൽകുന്നത്? കാണുക. കോടതിയുടെ നിരീക്ഷണങ്ങളും നിലപാടും സഹകരണ ബാങ്കുകൾക്ക് ആശ്വാസം എന്ന നിരീക്ഷണമാണ് മലയാള മനോരമ എന്ന പത്രം പുറപ്പെടുവിച്ചിരിക്കുന്നത്. അത് ആ വാർത്ത അവർ ലീഡാക്കുകയും ചെയ്തിരിക്കുന്നു. ജില്ലാ സഹകരണ ബാങ്കുകൾ നവംബർ 10 മുതൽ 14 വരെ സ്വീകരിച്ച അസാധു നോട്ടുകൾ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കാം, പകരം പണം നൽകണമെന്ന് സുപ്രീം കോടതി. അതാണ് സഹകരണ ബാങ്കുകൾക്ക് ആശ്വാസകരമായ കോടതിയുടെ നിലപാട്. ജോമി തോമസ് അത് റിപ്പോർട്ട് ചെയ്യുന്നു മനോരമയിലൂടെ. ജില്ലാ സഹകരണ ബാങ്കുകളിൽ കഴിഞ്ഞ മാസം 10 മുതൽ 14 വരെ സ്വീകരിച്ച അസാധു നോട്ടുകൾ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കാൻ അനുവദിച്ച് 2 ദിവസത്തിനുള്ളിൽ ഉത്തരവിറക്കുമെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി അറ്റോർണി ജനറൽ സുപ്രീം കോടതിയിൽ ഉറപ്പ് നൽകി. ഇതേ വാർത്ത മാതൃഭൂമി എന്ന പത്രവും പ്രമുഖ വാർത്തയാക്കിയിട്ടുണ്ട്, ലീഡ് വാർത്തയാക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് തൽക്കാലം ഇളവില്ല എന്ന ബാങ്കുകളെ സംബന്ധിച്ച കോടതി നിരീക്ഷണത്തിൻ്റെ നിഷേധവശമാണ് മാതൃഭൂമി ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് മലയാള മനോരമയിൽ നിന്ന് തികച്ചും ഭിന്നമായ ഒരു സമീപനമാണ് ഇക്കാര്യത്തിൽ മാതൃഭൂമിക്കുള്ളത് എന്ന് പറയാതെ വയ്യ. മാതൃഭൂമിയുടെ ലീഡ് വാർത്ത കാണുക. ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് തൽക്കാലം ഇളവില്ല. ആദ്യ 4 ദിവസങ്ങളിൽ സ്വീകരിച്ച നോട്ടുകൾ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കാൻ ഉള്ള അവകാശം നൽകിയിട്ടുണ്ട്. അത് മനോരമയും പറഞ്ഞിട്ടുണ്ട്. 24,000 രൂപ പോലും പിൻവലിക്കാൻ സൗകര്യമൊരുക്കാത്ത കേന്ദ്രത്തിന് സുപ്രീം കോടതി കേന്ദ്രത്തെ വിമർശിക്കുകയും ചെയ്തു. 30-ാം തീയതിക്ക് ശേഷം, ഡിസംബർ 30-ാം തീയതിക്ക് ശേഷം ഇളവുകൾ പ്രഖ്യാപിക്കുമ്പോൾ അതൊക്കെ മുന്നോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കാം. വാർത്ത മാതൃഭൂമിയിൽ ഇങ്ങനെയാണ്: നോട്ട് അസാധുവാക്കലിനെ തുടർന്ന് പണമിടപാട് നടത്തുന്നതിന് ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണത്തിൽ തൽക്കാലം ഇളവ് അനുവദിക്കാനാകില്ല എന്ന് സുപ്രീം കോടതി. ഇപ്പോൾ ഇളവ് അനുവദിക്കുന്നത് സർക്കാരിൻ്റെ നോട്ട് അസാധുവാക്കൽ പദ്ധതിയുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് എന്നും ചീഫ് ജസ്റ്റിസ് TS ഠാക്കൂർ അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചു. ഡിസംബർ 30-ന് ശേഷം ബാങ്കുകൾക്കുള്ള നിയന്ത്രണത്തിൽ ഇളവ് വരുത്തുമ്പോൾ എല്ലാ ബാങ്കുകൾക്കും തുല്യ പരിഗണന നൽകണം. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ബാങ്കുകൾക്ക് 2 ആഴ്ച കൂടി കാത്തിരിക്കാനാവില്ലേ എന്ന് കോടതി ചോദിച്ചു. പഴയ നോട്ടുകൾ നിക്ഷേപിക്കുന്നതിനുള്ള സമയപരിധിയായ ഡിസംബർ 30-ന് ശേഷം ബാങ്കുകൾക്കുള്ള നിയന്ത്രണത്തിൽ ഇളവ് വരുത്തുമെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി ബോധിപ്പിച്ചതിനെ തുടർന്നായിരുന്നു കോടതിയുടെ ചോദ്യം. അങ്ങനെ വരുമ്പോൾ സർക്കാർ തന്നെ 30-ാം തീയതിക്ക് ശേഷം ഇളവുകൾ പ്രഖ്യാപിക്കും എന്ന് കോടതിക്ക് ഉറപ്പ് നൽകിയതിൻ്റെ ഭാഗമായാണ് കോടതിയുടെ ഈ സമീപനം ഉണ്ടായത് എന്നും മാതൃഭൂമി വാർത്ത നമ്മോട് പറയുന്നു. ഇതിനിടയിൽ മലയാള മനോരമ ഒന്നാം പുറത്ത് തന്നിരിക്കുന്ന മറ്റൊരു രസകരവും ഗൗരവതരവുമായ വാർത്ത
നോട്ട് ഗുജറാത്തിൻ്റെ സഹകരണ ബാങ്കുകൾ സമരത്തിലേക്ക്. കേരളത്തിൽ സഹകരണ ബാങ്കുകൾ സമരത്തിലേക്ക് പോയിട്ടില്ല. എങ്കിലും സഹകരണ മേഖലയിൽ നടക്കുന്ന പ്രക്ഷോഭപ്രധാനമായ പ്രവർത്തികളെ മുൻനിർത്തി കേരളത്തിലെ ബി ജെ പിക്കാർ അവർ കടുത്ത നോട്ട് നിരോധനത്തിൻ്റെ കാര്യത്തിൽ സർക്കാരിനെ സഹായിക്കുന്ന വക്താക്കളായി രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു കാര്യവുമില്ലാതെ പ്രധാനമന്ത്രിയേക്കാൾ വലിയ പ്രധാനമന്ത്രിയെ മാതിരി ബി ജെ പിയുടെ വക്താക്കൾ ചാനലിരുന്ന് ഈ സമീപനത്തെ ന്യായീകരിക്കുന്നത് കാണാം. ചിലർ സംസാരിച്ചാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറേക്കാൾ ഉന്നത പദവിയാണ് അവർക്കുള്ളത് എന്നൊക്കെ തോന്നും. ആ നിലയ്ക്ക് വന്നിരിക്കുന്ന സമയത്ത് ബി ജെ പിക്കാർ വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു വാർത്തയാണ് മലയാള മനോരമ ഒന്നാം പേജിൽ തരുന്നത്. കാരണം ഗുജറാത്ത് ബി ജെ പിയുടെ ഈറ്റില്ലം എന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. ഗുജറാത്തിൽ നിന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി വരുന്നത് എന്ന കാര്യവും നാം ഓർക്കണം. അത്തരം സാഹചര്യത്തിൽ ഗുജറാത്തിലെ സഹകരണ ബാങ്കുകൾ സമരത്തിലേക്ക് നീങ്ങുന്നു. കേരളത്തിൽ പ്രഖ്യാപിത സമരത്തിലേക്ക് അവർ നീങ്ങിയിട്ടില്ല, എന്നാൽ ഗുജറാത്തിൽ സമരത്തിലേക്ക് നീങ്ങുന്നു എന്ന വാർത്ത മനോരമ തരുന്നു. നോട്ട് അസാധുവാക്കലിനെ തുടർന്ന് നടപ്പാക്കിയ ഇടപാട് നിയന്ത്രണത്തിൽ 1 മാസം കഴിഞ്ഞിട്ടും ഇളവ് വരുത്താത്തതിൽ പ്രതിഷേധിച്ച് ഗുജറാത്തിലെ സഹകരണ ബാങ്കുകൾ സമരത്തിലേക്ക്. പാലുൽപാദക സംഘങ്ങൾക്കും മറ്റുമായി അനുവദിച്ചിരുന്ന പ്രത്യേക നിധി തീർന്നു തുടങ്ങിയതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് ചൊവ്വാഴ്ച സാമ്പത്തിക ഇടപാടുകൾ നിർത്തിവെക്കാൻ ദക്ഷിണ ഗുജറാത്ത് സഹകരണ ബാങ്ക് അസോസിയേഷൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ ഗുജറാത്തിൽ നിന്നാണ് പ്രത്യക്ഷ സമരത്തിൻ്റെ ആദ്യ വെടി മുഴങ്ങിയിരിക്കുന്നത് എന്ന കാര്യം കേരളത്തിലെ ബി ജെ പിക്കാർ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. സുപ്രീം കോടതിയുടെ ഇത്തരം നിരീക്ഷണത്തെ സംബന്ധിച്ച് ദേശാഭിമാനി എന്ന പത്രം എന്താണ് പറയുന്നത്? ദേശാഭിമാനി സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ തന്നെയാണ് മറ്റു പത്രങ്ങളെ മാതിരി ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത്. കാണുക, നോട്ട് വിതരണത്തിൽ അസമത്വം സുപ്രീം കോടതി അങ്ങനെ നിരീക്ഷിച്ചിരിക്കുന്നു. 24,000 രൂപ ബാങ്ക് കേന്ദ്ര സർക്കാർ പറയും 24,000 രൂപ ആഴ്ചയിൽ പിൻവലിക്കാം. ഏറ്റവും പുതിയതായി വന്നിരിക്കുന്നത് സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് അത് ബാങ്കുകൾ തീരുമാനിക്കുന്നു എന്നാണ്. ചില ബാങ്കുകൾ 2,000, ചില ബാങ്കുകൾ 3,000, 5,000, 10,000 ഇതൊക്കെ തീരുമാനിക്കുന്നത് ബാങ്കുകളാണ് എന്നുകൂടി പറയുമ്പോൾ 24,000 രൂപ പ്രതിവാരം പിൻവലിക്കാമെന്ന സർക്കാരിൻ്റെ നിലപാടിന് എന്ത് യുക്തിയാണ്, എന്ത് വിലയാണ് പ്രയോഗത്തിലുള്ളത്? അതുകൊണ്ട് തന്നെ നോട്ട് വിതരണത്തിലെ അസമത്വത്തെ സംബന്ധിച്ച് സുപ്രീം കോടതി നിരാശ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആ വാർത്തയാണ് ദേശാഭിമാനി ലീഡ് വാർത്തയിൽ പ്രധാനമായി കാണുന്നത്. എം അഖിൽ ദില്ലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് കാണുക. നോട്ട് അസാധുവാക്കലിനെ തുടർന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അസമത്വപരമായ നടപടികൾക്കും സമ്പദ് വ്യവസ്ഥയിൽ നടമാടുന്ന ദുഷിച്ച പ്രവണതകൾക്കുമെതിരെ സുപ്രീം കോടതിയിലെ രൂക്ഷ വിമർശം. സർക്കാർ പണം എല്ലാ ബാങ്കുകൾക്കും തുല്യമായി വീതം വയ്ക്കുന്നതാണ് നീതിയെന്ന് സുപ്രീം കോടതി പറഞ്ഞു. സാധാരണക്കാർക്ക് ബാങ്കുകളിൽ നിന്ന് 24,000 രൂപ പോലും പിൻവലിക്കാൻ സൗകര്യമൊരുക്കാത്ത സർക്കാർ നടപടിയെ കോടതി വിമർശിച്ചു. പണമില്ലെന്നാണ് നിങ്ങൾ പറയുന്നത്, എന്നാൽ ദിവസവും കോടിക്കണക്കിന് രൂപയുടെ പുതിയ കറൻസി പിടികൂടി എന്ന വാർത്തകൾ വരുന്നത് എങ്ങനെയാണ്? ചീഫ് ജസ്റ്റിസ് TS താക്കൂർ അറ്റോർണി ജനറൽ മുകുൾ റോത്തഗിനോട് അത് ചോദിക്കുകയും ചെയ്തു എന്ന് ദേശാഭിമാനി അതിൻ്റെ ലീഡ് വാർത്തയിൽ പറയുമ്പോൾ സുപ്രീം കോടതിയുടെ വിധി പൂർണ്ണമായും കോപ്പറേറ്റീവ് വിഭാഗത്തിന് അനുകൂലമല്ലാത്തത് കൊണ്ട് അത് ദൗർഭാഗ്യകരം എന്നാണ് മുഖ്യമന്ത്രി അതിനെ വിശേഷിപ്പിച്ചത്. അസാധുവാക്കിയ നോട്ടുകൾ മാറുന്ന കാര്യത്തിൽ സഹകരണ ബാങ്കുകൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകാനാകില്ല എന്ന സുപ്രീം കോടതി വിധി ദൗർഭാഗ്യകരമാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സഹകരണ ബാങ്കിന് ഇളവില്ല എന്ന കാര്യവും പ്രത്യേക പ്രാധാന്യത്തോടെ തന്നെ ദേശാഭിമാനി ഈ വാർത്തയിൽ നമുക്ക് തരുന്നുണ്ട്. 500ൻ്റെ നോട്ടുകൾ പുതിയതായി അടിക്കും എന്നാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് ഉറപ്പ് തരുന്നത്. 500ൻ്റെ നോട്ടുകൾ കൂടുതലായി അച്ചടിക്കും. 500ൻ്റെ നോട്ടുകൾ കൂടുതലായി അച്ചടിക്കാൻ ഊന്നൽ നൽകുമെന്ന് ധനകാര്യ സെക്രട്ടറി ശക്തികാന്ത് ദാസ്. ജനങ്ങളുടെ കയ്യിലുണ്ടായിരുന്നതനുസരിച്ച് എത്രയും പെട്ടെന്ന് പണം നൽകുക എന്നതായിരുന്നു സർക്കാരിൻ്റെ ലക്ഷ്യം. അതിനാലാണ് തുടക്കത്തിൽ 2000ൻ്റെ നോട്ടുകൾ കൂടുതൽ അടിച്ചത്. അതുകൊണ്ട് പ്രയോജനമില്ല എന്ന് കാണുകയും അതുകൊണ്ട് തന്നെ 500 രൂപയുടെ നോട്ടുകൾ കൂടുതലായി അടിക്കുകയും ചെയ്യുമെന്ന് സർക്കാർ പറഞ്ഞിരിക്കുന്നു അതിൻ്റെ ഉദ്യോഗസ്ഥനിലൂടെ.
ഇതിനിടയിൽ BJP പാർലമെൻ്ററി പാർട്ടി യോഗം ഇന്ന് നടക്കുന്നു. ഇന്ന് പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനം അവസാനിക്കുകയാണ്. തർക്കങ്ങളൊന്നും പരിഹരിക്കാത്ത, ഒരു കാര്യവും ഗൗരവതരമായി നടപ്പാക്കാൻ കഴിയാത്ത അലങ്കോലപ്പെട്ട ഒരു സമ്മേളനമാണ് പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനം. ആ സമ്മേളനം അവസാനിക്കുന്ന ദിവസം BJP പാർലമെൻ്ററി പാർട്ടി യോഗം പാർലമെൻറ്റിൻ്റെ ഹാളിൽ തന്നെ കൂടുന്നു. ശീതകാല സമ്മേളനത്തിൻ്റെ സമാപന ദിവസമായ ഇന്ന് BJP എംപിമാരുടെ യോഗം രാവിലെ ചേരും. പാർലമെൻറ്റിൽ നടക്കുന്ന യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിക്കും. രാവിലെ 9:30 മുതൽ ആ പ്രസംഗത്തിൻ്റെ തത്സമയ സംപ്രേഷണമുണ്ടാകും. പാർലമെൻറ്റിൽ മിണ്ടാൻ ധൈര്യപ്പെടാത്ത നമ്മുടെ പ്രധാനമന്ത്രി, ഏതെങ്കിലും സാഹചര്യം പറഞ്ഞ് വഴുതിക്കളിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി ഇന്ന് BJP പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ പ്രസംഗിക്കുന്നത് തത്സമയം നമുക്ക് കാണാം. പാർലമെൻറ്റിൽ അദ്ദേഹത്തിന് പറയാനുള്ളതൊക്കെ അദ്ദേഹം അങ്ങനെയാണ് പറയുക. പാർലമെൻറ്റിൽ വരാൻ അദ്ദേഹത്തിന് വലിയ താല്പര്യമൊന്നുമില്ല എന്നു മാത്രമല്ല, അങ്ങനെയല്ല പറയേണ്ടത്, വീണ്ടും വണ്ണം ആർജവമോ ധൈര്യമോ ഇല്ല എന്ന് വേണം പറയാൻ. കറൻസി പ്രശ്നവുമായി ബന്ധിപ്പിച്ച് വഴിമുട്ടി ഗതികെട്ട് സഞ്ചരിക്കുന്ന ഒരു വിഭാഗം ഇന്ത്യയിലുണ്ട്. അവർ ബാങ്ക് ജീവനക്കാരാണ്. ഇതിൻ്റെ മാനസിക സമ്മർദ്ദം സഹിക്കാൻ കഴിയാതെ 1 ഡസനോളം ബാങ്ക് ജീവനക്കാർ അകാല ചരമമടഞ്ഞിട്ടുണ്ട്. ആ മരണങ്ങളടക്കമാണ് 100-ലധികം ആളുകൾ മരിച്ചു എന്ന കണക്ക് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നത് ഈ പ്രശ്നവുമായി ബന്ധിപ്പിച്ച്. ഇപ്പോഴിതാ ജീവനക്കാർ തന്നെ സമരത്തിലേക്ക് പോകുന്നു. കാരണം കറൻസി ഇല്ല, ഒന്ന്. മറ്റൊന്ന്, ഉള്ള കറൻസി വിതരണം ചെയ്യുന്ന കാര്യത്തിൽ അവർക്ക് ആവശ്യത്തിന് സുരക്ഷയുമില്ല. അതായത് ബാങ്കിലേക്ക് രാവിലെ വന്നാൽ വൈകുന്നേരം അതുപോലെ തിരിച്ചു പോകാൻ കഴിയുമോ എന്ന ആശങ്ക, അനിശ്ചിതത്വം ജീവനക്കാർക്ക് സംജാതമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജീവനക്കാർ പണിമുടക്കിലേക്ക് നീങ്ങുന്നു. ബാങ്ക് ജീവനക്കാർ റിസർവ് ബാങ്ക് അധികൃതർക്ക് നിവേദനം നൽകി. കറൻസിയില്ല, സുരക്ഷയുമില്ല. സംസ്ഥാനത്ത് ബാങ്കുകളും ATMകളും നേരിടുന്ന നോട്ട് പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ആൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ, ആൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ റിസർവ് ബാങ്ക് റീജിയണൽ ഡയറക്ടർക്ക് നിവേദനം നൽകി. സംഘടനയുടെ നേതാക്കൾ റിസർവ് ബാങ്ക് റീജിയണൽ ഡയറക്ടറെ നേരിൽ കണ്ടാണ് നിവേദനം നൽകിയത്. തങ്ങൾക്ക് സുരക്ഷിതത്വം തരണം, അതിനു വേണ്ട നോട്ടുകൾ എത്തിക്കണം റിസർവ് ബാങ്ക് എന്ന് ബാങ്ക് ജീവനക്കാർ തന്നെ പരിദേവനം നടത്തേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ഇന്ന് ലോക്സഭാ സമ്മേളനം കഴിയുന്ന ദിനം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ 14 പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ രാഷ്ട്രപതിയെ കാണുന്നു. നോട്ട് വിവാദവുമായി ബന്ധിപ്പിച്ചാണ് രാഷ്ട്രപതിയെ കാണുന്നത്. ഇതേ ആവശ്യത്തെ മുൻനിർത്തി മമതാ ബാനർജിയും അരവിന്ദ് കെജ്രിവാളും മുഖ്യമന്ത്രിമാർ എന്ന നിലയ്ക്ക് രാഷ്ട്രപതിയെ കണ്ടിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് എന്ന കാര്യവും നമുക്കറിയാം. വാർത്താമംഗളം പൊതുവൃത്താന്തം പത്രത്തിൽ തരുന്നു, രാഹുലും പ്രതിപക്ഷ നേതാക്കളും ഇന്ന് രാഷ്ട്രപതിയെ കാണും. നോട്ട് അസാധുവാക്കൽ നടപടി മൂലം ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ബോധ്യപ്പെടുത്താനായി കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും മറ്റ് 14 പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളും ഇന്ന് രാഷ്ട്രപതി പ്രണബ് മുഖർജിയെ കാണും. പാർലമെൻറ്റിൽ നിന്ന് മാർച്ച് നടത്തിയാകും ഇവർ രാഷ്ട്രപതി ഭവനിലേക്ക് പോകുന്നത്. പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനത്തിൻ്റെ അവസാന ദിനമാണ് ഈ മാർച്ചും നിവേദന സമർപ്പണവുമൊക്കെ നടക്കാൻ പോകുന്നത് എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. പാർലമെൻറ്റ് സമ്മേളനം അതിൻ്റെ തുടക്കം മുതൽ തന്നെ പ്രക്ഷോഭങ്ങളുമായി തന്നെ ബഹളങ്ങളുമായി തന്നെയാണ് ആരംഭിച്ചത്. ഒരൊറ്റ കാര്യവും ഈ സമ്മേളനത്തിൽ, ഗൗരവതരമായ ഒരു കാര്യവും ഈ സമ്മേളനത്തിൽ നടന്നിട്ടില്ല എന്ന് നമുക്കറിയാം. എല്ലാ ദിവസവും ബഹളം കൊണ്ട് പാർലമെൻറ്റ് സമ്മേളനം നിർത്തിവെക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇന്നത്തെ അവസ്ഥയും വ്യത്യസ്തമാകാൻ ഇടയില്ല. 2 കാര്യങ്ങളാണ് ഭരണപ്രതിപക്ഷ കക്ഷികൾക്കിടയിൽ സംഭവിക്കുന്നത്. നോട്ട് പ്രശ്നവുമായി ബന്ധിപ്പിച്ച് പ്രധാനമന്ത്രി അടക്കം അഴിമതി നടത്തിയിരിക്കുന്നു എന്ന നിലയ്ക്ക് പ്രതിപക്ഷം അവരുടെ ആക്ഷേപം ഉന്നയിച്ച് ബഹളം വെക്കുമ്പോൾ ചരിത്രത്തിലാദ്യമായി ഭരണകക്ഷി തന്നെ നടുത്തളത്തിലിറങ്ങി ബഹളം വയ്ക്കുക, മുദ്രാവാക്യം വിളിക്കുക, കൂക്കി വിളിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നടപ്പാക്കിക്കൊണ്ട് ഹെലികോപ്റ്റർ അഴിമതിയുടെ കാര്യം ഉന്നയിക്കുകയാണ് ഭരണകക്ഷി ചെയ്യുന്നത്. അങ്ങനെ 2 അഴിമതി കാര്യങ്ങൾ പാർലമെൻറ്റിൻ്റെ നടുമുറ്റത്ത് ഏറ്റുമുട്ടുന്ന അവസ്ഥയായിരുന്നു ഈ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത് എന്നതുകൊണ്ട് ശീതകാല സമ്മേളനം
തികച്ചും പ്രക്ഷുബ്ധമായി പര്യവസാനിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഒരു വലിയ സംഭവം നടന്നത് പാർലമെൻറ്റ് സ്തംഭനവുമായി ബന്ധിപ്പിച്ച് BJPയുടെ ഏറ്റവും മുതിർന്ന വയോധികനായ നേതാവ് LK അദ്വാനി അദ്ദേഹം രണ്ടാമത് വട്ടവും തൻ്റെ പ്രതികരണം മുന്നോട്ട് വച്ചിരിക്കുന്നു. പാർലമെൻറ്റ് സ്തംഭിക്കുന്നതിൽ അദ്വാനിക്ക് ആത്മരോഷം. അദ്ദേഹം പറഞ്ഞത് തനിക്ക് രാജിവെക്കാൻ തോന്നുന്നു എന്നാണ്. ഇവിടെ വന്നിരുന്നിട്ട് കാര്യമില്ല, ഒന്നും നടക്കില്ല, ആരും ഇടപെടാനും പോകുന്നില്ല, അതുകൊണ്ട് താൻ രാജിവെക്കാൻ പോകുന്നുവെന്ന് മനോവേദനയോടെ അദ്വാനി പ്രതികരിച്ചത്, പരസ്യമായി പ്രതികരിച്ചത് ദീപിക ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നാം പുറത്ത് എല്ലാ പത്രങ്ങളും ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. LK അദ്വാനി അടക്കമുള്ള ആളുകളുടെ പാർലമെൻ്ററി പാർട്ടി യോഗമാണ് ഇന്ന് പാർലമെൻറ്റിൽ നടക്കുന്നത് എന്നതുകൊണ്ട് അദ്വാനിയുടെ ഈ കാര്യത്തിൽ യോഗത്തിലുള്ള പ്രതികരണം എന്ത് എന്നത് പ്രത്യേക പ്രാധാന്യത്തോടെ ഇന്ന് ഇന്ത്യ കാതോർത്തിരിക്കുന്ന കാര്യമായിരിക്കും. അദ്ദേഹം സംസാരിക്കുന്നുണ്ടെങ്കിൽ ഏതായാലും തനിക്ക് രാജിവെക്കാൻ തോന്നുന്ന മനോവിഷമമാണ് ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ സംഭവഗതികൾ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത് എന്നാണ് അദ്വാനി പറഞ്ഞിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ സെബി മാത്യു ദീപികയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. തുടർച്ചയായി പാർലമെൻറ്റ് സ്തംഭിക്കുന്നതിൽ പൊട്ടിത്തെറിച്ച് തനിക്ക് രാജിവെക്കാൻ തോന്നുന്നുവെന്ന് മുതിർന്ന BJP നേതാവ് LK അദ്വാനി പ്രതിപക്ഷ ഭരണ ബഹളത്തിൽ മുങ്ങി ഇന്നലെ ലോക്സഭ പിരിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഇപ്പോൾ സഭയിലുണ്ടായിരുന്നുവെങ്കിൽ അതീവ ആകുമായിരുന്നേനെ എന്നും അദ്വാനി ചൂണ്ടിക്കാട്ടി. അതുകൊണ്ടും തീർന്നില്ല. അദ്വാനി ഇന്നലെ രാജ്നാഥ് സിംഗിനോട്, ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിനോട് ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടു. ഏറ്റവും മുതിർന്ന നേതാവായ അദ്വാനി ഇതിനു മുമ്പ് ഒരിക്കൽ ഇത്തരമൊരു നിലപാട് ഈ പാർലമെൻറ്റ് സമ്മേളനത്തിനിടയിൽ തന്നെ കൈക്കൊണ്ടിരുന്നു കഴിഞ്ഞ ആഴ്ച. അങ്ങനെ കൈക്കൊണ്ടുമ്പോൾ അദ്ദേഹം സ്പീക്കറോടാണ് ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടത്. സ്പീക്കർ അക്കാര്യത്തിൽ ഇടപെട്ടില്ല എന്ന അറിവായിരിക്കും അദ്ദേഹത്തെ കൂടുതൽ ക്ഷുഭിതനാക്കിയത്. ഏതായാലും അതിനുശേഷം അദ്ദേഹം സ്വാഭാവികതയിൽ ആവശ്യപ്പെടേണ്ടത് പ്രധാനമന്ത്രിയോടാണല്ലോ. ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അദ്വാനിജിയുടെ അരുമ ശിഷ്യനായിരുന്നല്ലോ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ. എന്നാൽ അതൊന്നും ചെയ്യാതെ അതൊന്നൊക്കെ വിട്ട് ആഭ്യന്തരമന്ത്രി രാജ്നാഥിനോട് അദ്ദേഹം പരാതി പറയുന്നതിന് എന്തർത്ഥമാണുള്ളത്? ഒരുപക്ഷെ ഏറ്റവും മുതിർന്ന നേതാവായ അദ്വാനിയും നമ്മുടെ പ്രധാനമന്ത്രിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അവസ്ഥയെ ഇന്ന് അത് കാണിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ബാർ കോഴക്കേസിന് ശേഷം ബാറിനെക്കുറിച്ച് ഗൗരവതരമായ വാർത്തകൾ നാം കേൾക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നലെ ഒരു കോടതി വിധി വരികയുണ്ടായി. ആ കോടതി വിധിയുടെ ഏറ്റവും വലിയ സവിശേഷത ഒരിക്കൽ കൂടി ബാർ പ്രശ്നം ഗൗരവതരമായി മലയാളികൾ ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ്. നമ്മുടെ പത്രങ്ങളിൽ ബാറുമായി ബന്ധിപ്പിച്ച വാർത്ത ഒരിക്കൽ കൂടി വരാൻ പോകുന്നു. സുപ്രീം കോടതിയുടെ വിധിയുടെ സവിശേഷത അതാണ്. സുപ്രീം കോടതി പറയുന്നത് ഹൈവേയിലെ മദ്യഷാപ്പുകൾ പൂട്ടണമെന്നാണ്. മാറ്റണം പതുക്കെ, അതൊന്നുമല്ല, പെട്ടെന്ന് പൂട്ടണം. ഒരു തീയതിയും കൊടുത്തിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷ അവസാനിക്കുന്ന ദിവസം ഹൈവേയിലെ, അത് നാഷണൽ ഹൈവേയിലായാലും സംസ്ഥാന ഹൈവേയുടെ ഓരത്തുള്ള ബാറുകൾ പൂട്ടണം. അതുമാതിരി തന്നെ ബിവറേജിൻ്റെ ഔട്ട്ലെറ്റുകൾ പൂട്ടണം എന്നാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും ഇത്. ലൈസൻസുകൾ മാർച്ച് 31 ശേഷം പുതുക്കരുത്, അങ്ങനെ നീക്കിയില്ലെങ്കിൽ മദ്യത്തിൻ്റെ പരസ്യങ്ങളും നീക്കണം തുടങ്ങിയ ശക്തമായ ഗൗരവതരമായ ആവശ്യങ്ങളാണ് സുപ്രീം കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. കേരള കൗമുദി എന്ന പത്രം അത് ആദ്യ വാർത്തയാക്കിയിരിക്കുന്നു. കാണുക, ദേശീയ സംസ്ഥാന പാതയോരങ്ങളിലെ മദ്യവിൽപ്പനശാലകൾ പൂട്ടണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. പാതകളുടെ 500 മീറ്റർ പരിധിക്കുള്ളിൽ മദ്യശാലകൾ പാടില്ല എന്ന് ചീഫ് ജസ്റ്റിസ് TS താക്കൂർ, ജസ്റ്റിസുമാരായ DY ചന്ദ്രചൂഡ്, L നാഗേശ്വർ റാവു എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു. നിലവിൽ ലൈസൻസ് ഉള്ളവർക്ക് അടുത്ത വർഷം മാർച്ച് 31 വരെ പ്രവർത്തിക്കാം. അതിനുശേഷം ലൈസൻസ് പുതുക്കി നൽകരുത്. 500 മീറ്റർ അകലേക്ക് ഒരു തീണ്ടാപ്പാട് പ്രഖ്യാപിച്ചിരിക്കുന്നു കോടതി. 500 മീറ്റർ അകലെയുള്ള ഒരു തീണ്ടാപ്പാടിനപ്പുറത്തേക്ക് മദ്യഷാപ്പുകൾ ഹൈവേയിൽ നിന്ന് മാറിപ്പോകണം. അങ്ങനെ വന്നാൽ ഹൈവേയിലെ അപകടങ്ങൾ കുറയും, റോഡ് അപകടങ്ങൾ കുറയും, മദ്യപിച്ച് വാഹനങ്ങൾ ഓടിക്കുന്നത് കുറയും. അതായത് 1/2 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയി മദ്യപിക്കാനുള്ള അവസരമൊക്കെ ഉണ്ട്. എന്നാൽ അതൊന്നും പരിശോധിക്കാതെ, പരിഗണിക്കാതെ മദ്യത്തിന് വലിയൊരു തീണ്ടാമതി കൊടുത്തിരിക്കുന്നു സുപ്രീം കോടതി. ഈ വിധി പ്രകാരം
115 ബിവറേജസ് സ്റ്റാളുകൾ പൂട്ടേണ്ടി വരും. അതൊക്കെ ഒന്നുകിൽ ഹൈവേയുടെ ഓരത്തോ അല്ലെങ്കിൽ സംസ്ഥാന ഹൈവേയുടെ ഓരത്തോ ആണ്. മറ്റൊന്ന് 80% ബാറുകളും പൂട്ടേണ്ടി വരും. ഇപ്പോൾ തന്നെ ബിയറും വൈനും വിറ്റ് ഉപജീവനം കഴിക്കാൻ പോലും വിഷമിക്കുന്ന വലിയ ബാറുകളുണ്ടല്ലോ, അത് 80% പൂട്ടേണ്ടി വരും എന്നാണ് കണക്ക്. അത്തരമൊരു സാഹചര്യത്തിൽ എക്സൈസ് വകുപ്പ് മന്ത്രി ടി.പി. രാമകൃഷ്ണൻ പറയുന്നത്, വിധി പൂർണ്ണമായും കണ്ടാലേ പ്രത്യാഘാതങ്ങളുടെ പൂർണ്ണത അറിയാൻ കഴിയുകയുള്ളൂ. എങ്കിലും കേരള സർക്കാർ വിധിക്കെതിരെ റിവിഷൻ പെറ്റീഷൻ നൽകാനുള്ള പുനഃപരിശോധനാ ഹർജി നൽകാനുള്ള സാധ്യത നിലനിൽക്കുന്നു. വിധിയെ സ്വാഗതം ചെയ്ത ഏക നേതാവ് VM സുധീരനാണ് എന്നതും ഇക്കാര്യത്തിൽ പ്രസ്താവ്യമാണ്. അതും ഒരു പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടനിലക്കാരൻ്റെ ഡയറിക്കുറിപ്പിൽ കോൺഗ്രസ് ആരോപണത്തിന് വിധേയമായിരിക്കുന്ന വാർത്ത മുമ്പേ വന്നതാണ്. പക്ഷേ ഇപ്പോൾ പാർലമെൻറ്റിൽ ബഹളങ്ങൾ നടക്കുമ്പോൾ അതുമായി ബന്ധിപ്പിച്ച തുടർ വാർത്തകൾ, പുതിയ വാർത്തകൾ രംഗത്ത് അവതരിപ്പിച്ചുകൊണ്ട് തടി കൈച്ചിലാക്കാനാണ് ഭരണകക്ഷിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രമിക്കുന്നത് എന്ന് തോന്നുന്നു. അതുകൊണ്ട് കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കി ഇടനിലക്കാരൻ്റെ ഡയറിക്കുറിപ്പ് ഒരു ചാനൽ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അഗസ്റ്റ വെസ്റ്റ്ലാൻഡിനെ സംബന്ധിച്ച വാർത്തയും വീക്ഷണവും പേജിൽ മാതൃഭൂമി പ്രവീൺ കൃഷ്ണൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. നമുക്ക് അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടിൽ തീരുമാനം അനുകൂലമാക്കുന്നതിന് ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ കുടുംബത്തിന് 1.6 കോടി യൂറോ, അതായത് ഏകദേശം 113 കോടി രൂപ കൈമാറിയതായി വെളിപ്പെടുത്തൽ. കരാറിലെ ഇടനിലക്കാരനെന്ന് പറയപ്പെടുന്ന ക്രിസ്ത്യൻ മിഷേലിൻ്റെ ഡയറിക്കുറിപ്പിലെ വിവരങ്ങളാണ് ഒരു TV ചാനൽ പുറത്തുവിട്ടത്. AP എന്ന ചുരുക്കപ്പേരിലുള്ള ഭരണകക്ഷി നേതാവിനും കൈക്കൂലി നൽകിയതായി ഈ ഡയറിയിലുണ്ട്. രാഷ്ട്രീയ കുടുംബം നെഹ്റു കുടുംബമാണ് എന്നും 113 കോടി രൂപ വാങ്ങിയത് സോണിയാഗാന്ധി എന്നാണ് പരോക്ഷമായി പറയുന്നത്. മറ്റൊന്ന് AP എന്ന ചുരുക്കപ്പേര് അഹമ്മദ് പട്ടേലിൻ്റെ പേരാണ് എന്നും ആണ് BJP ആക്ഷേപിക്കുന്നത്. ഇതൊരു പുതിയ ആക്ഷേപമല്ല, പഴയ ആക്ഷേപമാണ്. പക്ഷേ നിൽക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ ആ പഴയ ആക്ഷേപം പൊടിതട്ടി എടുത്ത് അവതരിപ്പിക്കുകയാണ് BJPയും നേതാക്കളുമൊക്കെ ചെയ്തിരിക്കുന്നത്. ചലച്ചിത്ര ഉത്സവത്തിന് ഇന്ന് കൊടിയിറങ്ങുകയാണ്. 21ാമത് ചലച്ചിത്ര ഉത്സവം കൊടിയിറങ്ങുമ്പോൾ അതിൻ്റെ ബാക്കി പത്രത്തെ സംബന്ധിച്ച് തുടർ ലേഖനങ്ങൾ വരാനിരിക്കുന്നു. എന്നാലും ചലച്ചിത്ര ഉത്സവത്തിന് ഇന്ന് കൊടിയിറങ്ങുന്ന വാർത്ത മലയാള മനോരമ പ്രാദേശികം പേജിൽ നമുക്ക് തന്നിരിക്കുന്നു. കാണുക. 2500 സീറ്റുള്ള നിശാഗന്ധിയിൽ വൈകിട്ട് മാത്രം പ്രദർശനം നടത്താനുള്ള സംഘാടകരുടെ തീരുമാനം തിരിച്ചടിയായി. ബാക്കി തിയേറ്ററുകളിലൊക്കെ വലിയ തള്ളുണ്ടായതിന് കാരണം അതാണ് എന്ന നിരീക്ഷണം മനോരമ മുന്നോട്ട് വയ്ക്കുന്നു. കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന് ഇന്ന് കൊടിയിറങ്ങുന്നു. പ്രതിനിധികൾ മടക്കയാത്ര തുടങ്ങിയെങ്കിലും തിയേറ്ററുകളുടെ തിരക്കിനും ബഹളത്തിനും യാതൊരു കുറവും ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല ഇന്നലെ വരെ എന്ന കാര്യവും ചലച്ചിത്രമേളയ്ക്ക് തിരശ്ശീല ഇറങ്ങുന്ന വാർത്തയിലൂടെ ഇന്ന് മനോരമ നമുക്ക് തന്നിരിക്കുന്നു. ജയലളിതയുടെ മരണാനന്തരം വലിയ വിവാദങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജയലളിത മരിച്ചതിന് ശേഷം എങ്ങനെ മരിച്ചു, എന്താണ് മരണകാരണം, ഏത് നിലവാരത്തിലുള്ള ചികിത്സയാണ് അവർക്ക് നൽകിയത്, അതിൻ്റെ വിശദാംശങ്ങൾ എങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ അത് തമിഴ്നാട്ടിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകോത്തരമായി ഉയർത്തപ്പെട്ടിരിക്കുന്നു. അതുമാത്രമല്ല, ആ ഹോസ്പിറ്റലിലെ അപ്പോളോ ഹോസ്പിറ്റലിലെ ദൃശ്യങ്ങളുടെ ഹാർഡ് ഡിസ്ക് ചോർത്തിയെന്നും അതിൽ നിന്ന് ലഭിക്കുന്ന ആ ദൃശ്യങ്ങൾ പരസ്യമാക്കിയാൽ അത് വലിയ കലാപത്തിന് തമിഴ്നാട്ടിൽ കാരണമാകുമെന്നുമൊക്കെയാണ് ചോർത്തിയവർ ഭയപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും അതേ സംബന്ധിച്ച ദുരൂഹത മാറാതിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് പുതിയ ഒരു വാർത്ത ലഭിക്കുന്നു. വീക്ഷണം എന്ന പത്രമാണ് 1-ാം പേജിൽ ആ വാർത്ത തന്നിരിക്കുന്നത്. ജയലളിതയുടെ മൃതദേഹം പുറത്തെടുത്ത് ഒരു പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന ഹർജിയാണ് കോടതിയിലെത്തിയിരിക്കുന്നത്. അത് പുതിയൊരു വഴിത്തിരിവിന് കാരണമായിരിക്കുന്നു. ജയലളിതയുടെ മരണം കൂടുതൽ വിവാദങ്ങളിലേക്ക് സഞ്ചരിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ വീക്ഷണം പത്രം തരുന്നത് ഇപ്രകാരം. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ ചികിത്സയും മരണവും കൂടുതൽ വിവാദങ്ങളിലേക്ക് നീങ്ങുന്നു. ജയയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തണമെന്നാവശ്യപ്പെട്ട് പൊതു താൽപ്പര്യ ഹർജി ട്രാഫിക് രാമസ്വാമി എന്ന പൊതുപ്രവർത്തകനാണ് മദ്രാസ് ഹൈക്കോടതിയിൽ ഈ സംബന്ധിച്ച ഹർജി സമർപ്പിച്ചത്. പോസ്റ്റ്മോർട്ടത്തിന് പുറമെ അപ്പോളോ ആശുപത്രിയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നും
രാമസ്വാമി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹർജി ചീഫ് ജസ്റ്റിസിൻ്റെ നിർദ്ദേശത്തിനായി മാറ്റിവെച്ചിരിക്കുന്നു. ചീഫ് ജസ്റ്റിസ് തന്നെ ഇത് കേൾക്കട്ടെ, നിർദ്ദേശങ്ങൾ നൽകട്ടെ എന്നാണ് കോടതി ഇതുമായി ബന്ധിപ്പിച്ച് നിലപാട് എടുത്തിരിക്കുന്നത് എന്നും പറയുന്നു. ഇനി ഇന്നത്തെ ചിത്രം. ഇത്തവണ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ 13,000 പേരാണ് പങ്കെടുത്തത്. ബഹുജന പരതയിൽ ലോകത്തെ ഏറ്റവും വലിയ സിനിമാ മേളയാണ് കേരളത്തിൽ നടത്തുന്നത് എന്ന് നമുക്ക് അഭിമാനിക്കാം. ആകെ ഇക്കാര്യത്തിലുണ്ടായ ഒരു കല്ലുകടി, പ്രശ്നങ്ങളൊന്നുമില്ലാതെ 13,000 ആളുകൾ തിയേറ്ററിൽ വന്ന് സമാധാനപരമായി സിനിമ കണ്ട് പിരിയുന്ന ഒരു കാര്യം മുമ്പ് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന അവസ്ഥയായിരുന്നില്ല. എന്നാൽ അത് ഉദാത്തമായി ചെയ്തെടുക്കാൻ ചലച്ചിത്രമേളയുടെ സംഘാടകർക്ക് കഴിഞ്ഞിരിക്കുന്നു. ആകെയുണ്ടായ ഒരു കല്ലുകടി ദേശീയ ഗാനവുമായി ബന്ധിപ്പിച്ച് ഉള്ളതാണ്. അതുമായി ബന്ധിപ്പിച്ച അറസ്റ്റ്, BJP നടത്തിയ കോൽക്കളി പ്രതിഷേധം തുടങ്ങിയവ ഒഴിച്ചാൽ വളരെ നല്ല നിലയിലാണ് ഈ ചലച്ചിത്രമേള അരങ്ങേറിയത് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി പത്രം എന്ന നിലയ്ക്ക് ഒരു ചിത്രമുണ്ട്. ഈ ചിത്രം കാണുക. ഇത് ചലച്ചിത്രമേളയിൽ നമുക്ക് ലഭിക്കുന്നൊരു ചിത്രമാണ്. താൻ രാജ്യസ്നേഹിയാണ് എന്ന് തൻ്റെ തലയിൽ വെച്ചിരിക്കുന്ന തൊപ്പിയിലൂടെ മാലോകര് എഴുതി പ്രഖ്യാപിക്കുന്ന പ്രതിനിധിയുടെ ചിത്രം രാജ്യസ്നേഹത്തിനെ സംബന്ധിച്ച വിവാദങ്ങളുടെ ഉള്ളടക്കം നന്നായി പ്രഖ്യാപിക്കുന്നു. ഈ ചിത്രം മാതൃഭൂമിയാണ് നമുക്കിന്ന് അതിൻ്റെ നഗരം പേജിൽ തന്നിരിക്കുന്നത്. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. ഹാവ് എ നൈസ് വീക്കെൻഡ്. ഗുഡ് ബൈ.